Hello everyone, welcome back to another episode of Project U4. As promised in the last episode, this episode we collision, collider, collision, പിന്നെ അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആൻഡ് ഫിസിക്സ് മെറ്റീരിയൽ ഇതൊക്കെയായിരിക്കും നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത്. സോ സ്പെയറിംഗ് ലിറ്റിൽ ടൈം, ഐ ഹോപ്പ് എല്ലാവരും അവരവരുടെ പ്രൊജക്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓൾറെഡി ഓപ്പൺ ആണ്. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഫ്രം ദ ലാസ്റ്റ് ഇതിൽ. So I have a cube, I have a plane, എല്ലാം ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നൗ ബൈ ഡിഫോൾട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് അതിൻ്റെ ഷേപ്പിലുള്ള ഒരു കൊളൈഡർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ക്യൂബാണ് ആഡ് ചെയ്തത്, സോ യു ഹാവ് എ ബോക്സ് കൊളൈഡർ. ലെറ്റ് മീ ഗോ ആൻഡ് പ്ലെയിൻ ആയതുകൊണ്ട് പ്ലെയിന് വി ഹാവ് എ മെഷ് കൊളൈഡർ. ഓക്കെ, മെഷ് കൊളൈഡർ നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നൗ വി ഹാവ്, ഇനിയിപ്പോൾ ഞാനൊരു സ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഹാവ് എ സ്പിയർ കൊളൈഡർ. യു ഗെറ്റ് ദി ഐഡിയ, ഫൈൻ. സോ ഓരോന്നിനും അതാത് ഷേപ്പിൻ്റെതായിട്ടുള്ള കൊളൈഡേഴ്സ് ഉണ്ട്. എഡിറ്റബിൾ കൊളൈഡേഴ്സ് ഉണ്ട്, എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. മെഷ് കൊളൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റം ഷേപ്സിന് വേണ്ടിയിട്ടുള്ള കൊളൈഡേഴ്സ് ആണ്. സോ അത് എഡിറ്റബിൾ അല്ല. ബട്ട് അത് എഡിറ്റബിൾ അല്ല ഇൻ ദ സെൻസ് യൂണിറ്റിയിൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വേറെ എവിടെ ബ്ലെൻഡറിലൊക്കെ ഇട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഫോർ നൗ ഇതിനകത്തുള്ള ബാക്കിയുള്ള കൊളൈഡേഴ്സ് ഒക്കെ എഡിറ്റബിൾ ആണ്. സോ ലെറ്റ്സ് സേ ഇപ്പം ക്യൂബ് കൊളൈഡർ, ക്യൂബിനകത്ത് ബോക്സ് കൊളൈഡർ ആണ് കിടക്കുന്നത്. ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഔട്ട്വേർഡ് അപ്പിയറൻസ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആ കൊളൈഡർ മാത്രമായിട്ട് കാണാൻ പറ്റും. സി, ഇത് ഇവിടെ തന്നെ ഒരു ടൂൾ ഉണ്ട്, എഡിറ്റ് ബൗണ്ടിങ് വോളിയം എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാനിത് കാണിച്ചു തന്നിരുന്നു. ആ സെയിം ടൂൾ തന്നെ ഇവിടെയും ഉണ്ട്, എഡിറ്റ് കൊളൈഡർ. ഇത് ക്ലിക്ക് ചെയ്താലും ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സ്പോട്ട്സ് വരും. ഒരു എല്ലാ ഏരിയയിലും നമുക്ക് സ്പോട്ട് വരും. ജസ്റ്റ് സെക്കൻഡ്, യെസ്, എഡിറ്റ് കൊളൈഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പോട്ട് വരും. അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പിയറൻസ് ഓഫ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അല്ലാണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് കണ്ടുകൊണ്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് ബെറ്റർ, അതുകൊണ്ടാണ്. സോ റൈറ്റ്, അപ്പോൾ നമ്മളിതിൻ്റെ കൊളൈഡർ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് സാധനങ്ങൾ തമ്മിൽ ഇടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊളൈഡർ വേണമെന്ന് ഞാൻ ഒരു സർട്ടൻ റൂള് ഞാൻ പറഞ്ഞായിരുന്നു. ഇടിക്കുന്ന രണ്ട് ഒബ്ജക്റ്റുകൾക്കും, അതായത് തമ്മിൽ കൂട്ടിമുട്ടേണ്ട രണ്ട് ഒബ്ജക്റ്റുകൾക്കും കൊളൈഡർ വേണം. അതുപോലെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് റിജിഡ് ബോഡി വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഇതിന് കൊളൈഡർ ആഡ് ചെയ്തു. ഇനി ഈ കൊളൈഡർ കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളതാണ്. നമുക്ക് കൊളൈഡർ ഉണ്ടെങ്കിലാണ് കൊളിഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൊളിഷൻ ഡിറ്റക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത് വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ റണ്ണർ ഗെയിംസിനകത്ത് നമ്മളൊരു ഇപ്പൊ എന്താ പറയുക, ഒരു ഒബ്സ്റ്റക്കിളുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോഴാണ് അത് എന്താ പറയുക ഗെയിം ഓവർ ആവുന്നത്. അപ്പം കൊളൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾക്ക് അറിയണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കൊളൈഡേഴ്സ് ആണ്, റൈറ്റ്? അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കൊളൈഡേഴ്സ് ആണ്. സോ വി ഹാവ് കൊളൈഡേഴ്സ്. അപ്പം അതിന്റെ വർക്കിംഗ് നമ്മൾ എങ്ങനെയാണ് ഇന്ന് നമുക്ക് നോക്കാം. അതിന് അഗൈൻ വിൽ ഹാവ് ടു റൈറ്റ് ഒരു ചെറിയ സ്ക്രിപ്റ്റ്, പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. സോ അഗൈൻ സ്ക്രിപ്റ്റിന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിനകത്ത് കയറി വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ C# സ്ക്രിപ്റ്റ്. Okay, and I'm going to give it a name. I'm going to give it, let's say, a test. ഞാൻ ഗെയിം കൊടുക്കാൻ പോവാണ്. നോ, സ്ക്രിപ്റ്റിന് നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓൾവേസ് ഇറ്റ് ഷുഡ് ബി ഇൻ പാസ്കൽ കേസ്. പാസ്കൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം, റൈറ്റ്? ദാറ്റ് ഈസ് പാസ്കൽ കേസ്. സോ ഞാൻ ഇതിനിപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ് നെയിം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ്, ഐം സോറി, ജസ്റ്റ് എ സെക്കൻഡ്, ലെറ്റ് മീ ഗോ അഹെഡ് ആൻഡ് ഓപ്പൺ ദി സ്ക്രിപ്റ്റ്. റൈറ്റ്, ഈ സ്ക്രിപ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കൊളിഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊളിഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കൊളിഷൻ നടക്കുന്നത് എപ്പം എന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനുമുണ്ട്. ആ ഫംഗ്ഷന്റെ പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എന്ത് നടക്കണം എന്നുള്ളത് നമ്മളൊരു ഫംഗ്ഷനകത്താണ് കൊടുക്കുന്നത്. ആ ഫംഗ്ഷന്റെ പേരാണ് ഓൺ കൊളിഷൻ എൻ്റർ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ഓൺ കൊളിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ കിട്ടും. ഓൺ കൊളിഷൻ എൻ്റർ വിത്ത് ഫോർമാറ്റ് വന്നത് കണ്ടു. പ്രൈവറ്റ് വേർഡ് ഓൺ കൊളിഷൻ എൻ്റർ, കൊളിഷൻ. ഇതെന്താണെന്നൊന്നും തൽക്കാലം അറിയണ്ട, ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ. അതായത് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യണം, സിമ്പിൾ. ഇനി ഒബ്ജക്റ്റ് കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ഓക്കെ, debug.log ജസ്റ്റ് കൊളൈഡഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്.
again, don't get bothered about the scripts. We'll get it to detail later on. അത് നമുക്ക് പിന്നെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇതിപ്പം രണ്ട് ഒബ്ജക്റ്റുകൾ നമ്മൾ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ വിളിക്കും. ഇതിനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഇത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കും. അത്രയുള്ള സംഭവം. ഓക്കെ, ആൻഡ് ഇനി ഞാനിത് ഈ സ്ക്രിപ്റ്റ് ഞാൻ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇത് ക്യൂബിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ക്യൂബിന് ഓൾറെഡി റിജിഡ് ബോഡി ഉണ്ട്, ക്യൂബിനും പ്ലെയിനും കൊളൈഡറും ഉണ്ട്. സോ താഴെ വീണ് ഇടിക്കുമ്പോൾ നമുക്കത് കിട്ടുമെന്നുള്ളത് അറിയാം. കൺട്രോൾ. സോ ക്യൂബ് താഴെ വീണ് ഇടിച്ചു, കൊളൈഡഡ്. കണ്ടോ, ഞാൻ കൊടുത്ത മെസ്സേജ് വന്ന് കണ്ടോ, കൊളൈഡ്. സോ അതായത് ആ കൊളിഷൻ നടന്നു എന്നുള്ളതാണ്. ക്യൂബ് താഴെ വീണ് ഇടിച്ചു, കൊളൈഡ് എന്ന മെസ്സേജ് കാണിച്ചു. റൈറ്റ്. സോ ദാറ്റ് ഈസ് വാട്ട് അതാണ് ഓൺ കൊളിഷൻ എൻ്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഗുണം. ആൻഡ് അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊളൈഡേഴ്സ് വേണം, കൊളിഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ കൊളൈഡേഴ്സ് വേണം, ആൻഡ് റിജിഡ് ബോഡി വേണം ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ്. ഇനി നമുക്ക് ഈ കൊളൈഡറിന്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. ഒന്ന്, കൊളൈഡർ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ഇതിന്റെ സൈസും കാര്യങ്ങളും നമുക്ക് ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഈ എഡിറ്റ് ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൈസ് എന്ന് പറഞ്ഞൊരു ഇത് കണ്ടില്ലേ, അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫൈൻ. ഇനി ഇതിനകത്തുള്ളതാണ് ഇസ് ട്രിഗർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇസ് ട്രിഗർ, റൈറ്റ്? ഇസ് ട്രിഗർ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഞാനിപ്പം ഇതിന്റെ ഇസ് ട്രിഗർ ഓൺ ആക്കാൻ പറ്റുകയാണ്. ആൻഡ് ദെൻ ഐ ആം ഗോയിങ് ടു ക്ലിക്ക് പ്ലേ. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സി, എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ഇസ് ട്രിഗർ ഓൺ ആക്കിയപ്പോൾ എന്താ പറ്റിയത്? ക്യൂബ് കൊളൈഡ് ചെയ്യാണ്ട് അതിലെ കൂടെ താഴേക്ക് പോയി. അതായത് ആ പ്ലെയിനിന് അകത്തു കൂടെ താഴേക്ക് പോയി. ശരിയാണോ? ക്യൂബ് കൊളൈഡ് ചെയ്യാണ്ട് പ്ലെയിനകത്ത് കൂടെ താഴേക്ക് പോയി. ഫൈൻ. സോ എന്ത് പറ്റി? ആ ഒബ്ജക്റ്റ് അതിലെ കൂടെ താഴേക്ക് പോയി. അത് നിങ്ങൾ എല്ലാവരും കണ്ടു. അപ്പൊ കൊളിഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇസ് ട്രിഗറിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഇത് റീക്രിയേറ്റ് ചെയ്യാൻ വേറൊരു വഴി ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഈ താഴത്തെ ഇതിന് ഈ സെയിം അപ്പിയറൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ലെറ്റ്സ് സേ ഞാൻ ഇവിടെ ഇപ്പം ഈ സ്റ്റിക്കർ ഒന്നും ചെയ്തിട്ടില്ല, നോർമലാണ്. ഓക്കെ, ലെറ്റ്സ് ഫസ്റ്റ് പ്ലേ ആൻഡ് സി. ഇപ്പൊ ഞാൻ പ്ലേ ചെയ്തു, താഴെ ചെന്ന് ഇടിച്ചു നിന്നു. ഓക്കെ, ഇതേ കാര്യം ഇപ്പൊ ഞാൻ ഈ പ്ലെയിനിന്റെ കൊളൈഡർ അങ്ങ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതേ സംഭവം തന്നെയല്ലേ നടക്കാൻ പോകുന്നത്. ഈ ക്യൂബ് അതിനകത്തൂടെ താഴേക്ക് പോവല്ലേ, റൈറ്റ്? അപ്പൊ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അങ്ങനെ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ പിന്നെ ഇതൊരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കണം. ഇതിങ്ങനെ തന്നെ ചെയ്താൽ പോരെ. അതൊരു ഇസ് ട്രിഗർ എന്ന് പറഞ്ഞൊരു ഇതുണ്ടാക്കി അതൊരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ദി ആൻസർ ഇസ് യെസ്. നോ, ഇസ് ട്രിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളിഷൻ നടക്കില്ല എന്നുള്ളതല്ല. ഇസ് ട്രിഗർ അല്ലെങ്കിൽ ഇസ് ട്രിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാവില്ല എന്നുള്ളതല്ല. ഇപ്പം അവിടെ ഞാൻ ആ കൊളൈഡർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ കാണിച്ചാലും മെഷ് കൊളൈഡർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ ഒരു കോണ്ടാക്ട് പോലും ഉണ്ടാവില്ല. ആക്ച്വലി അവിടെ ഒന്നും ഇല്ലാത്ത പോലെയാണ് താഴോട്ട് പോകുന്നത്. പക്ഷെ ഇസ് ട്രിഗർ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു കോണ്ടാക്ട് ഉണ്ട്, പക്ഷെ ഇടിച്ച് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇടിക്കുന്ന പോലെ ഒരു ഇതില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തൂടെ പോകുന്നുണ്ട്, പക്ഷെ ആ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ട്. അപ്പം ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഒരു കോണ്ടാക്റ്റിലാണ് നടത്തിയെടുക്കുന്നത്. ചില കാര്യങ്ങൾ ഇടിക്കുമ്പോഴും ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഉണ്ട്. അതിന്റെ ബിഗസ്റ്റ് എക്സാമ്പിൾ ആണ് നല്ലൊരു റണ്ണർ ഗെയിം. ഇപ്പൊ സബ്വേ സർഫർ പോലൊരു ഗെയിം, നിങ്ങളൊരു കോയിനുമായിട്ടും ആക്ച്വലി കോയിനെ ചെന്നിങ്ങനെ മുട്ടി കഴിയുമ്പോൾ കോയിൻ ഡിസ്ട്രോയ് ആയിപ്പോകും, റൈറ്റ്? കോയിൻ ഡിസ്ട്രോയ് ആവും. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റോപ്പിംഗ് എഫക്ട് വരത്തില്ല. അത് സ്മൂത്ത് ആയിട്ട് തന്നെയാവും മുന്നോട്ട്. അതേസമയം നിങ്ങൾ ഒരു ഒബ്സ്റ്റക്കിളുമായിട്ട് അതേ ഇടി ജസ്റ്റ് അതേപോലെ തന്നെ ഇടിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾ അവിടെ നിൽക്കും, അല്ലെങ്കിൽ കൊളൈഡ് ചെയ്തൊരു എഫക്റ്റ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പം ഇതിലെന്തായിരിക്കും? കോയിന്റെ കേസിൽ ഇസ് ട്രിഗർ ഓൺ ആയിരിക്കും, പ്ലെയറിന്റെ ഇസ് ട്രിഗർ ഓൺ ആക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇസ് ട്രിഗർ ഏത് ഒബ്ജക്റ്റിന് ഓൺ ആക്കിയാലും അത് കോമൺ ആയിരിക്കും. അപ്പൊ ഞാൻ പ്ലെയറിനെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് ഒബ്ജക്റ്റിന് അകത്തൂടെയും പോകും, ഒബ്സ്റ്റക്കിളിന്റെ അകത്തൂടെയും പോകും, കോയിന്റെ അകത്തൂടെ. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ കോയിന്റെ ഇസ് ട്രിഗർ എനിക്ക് ഓൺ ആക്കി വെക്കാൻ പറ്റും. കോയിന്റെ ഇസ് ട്രിഗർ ഓൺ ആക്കി വെച്ചാൽ എന്തായിരിക്കും ഗുണം? കോയിനുമായിട്ട് ഇടിക്കുമ്പോൾ അതിനകത്തൂടെ പോകും, പക്ഷെ ആ പോയിന്റ് കിട്ടും, ട്രിഗർ പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ കോണ്ടാക്ട് പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലാവും. അതേസമയത്ത് ഒരു ഒബ്സ്റ്റക്കിളിന്റെ അടുത്ത് പോകുമ്പോൾ എന്ത് പറ്റും? ഇടിച്ച് അവിടെ നിൽക്കും. ഇതാണ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോണ്ടാക്ട് പോയിന്റ് കിട്ടുന്നത് കൊണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അപ്പം ഇതിന്റെ കേസിലാണെങ്കിൽ ആ കോയിനുമായിട്ട് ഇടിച്ചു കഴിയുമ്പോഴാണ് പോയിന്റ് കൂടുന്നത്. ഓക്കെ,
അതിന് തൽക്കാലം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ആ ഒരു ട്രിഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുക. ട്രിഗർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചാൽ മതി. അതിനുള്ള ഫംഗ്ഷൻ കൊളിഷൻ നടക്കുമ്പോൾ വരേണ്ട ഫംഗ്ഷനാണ് പ്രൈവറ്റ് വോയിഡ് ഓൺ കൊളിഷൻ എൻ്റർ. കൊളിഷൻ നടന്നാൽ ആ ഫംഗ്ഷനെ വിളിക്കും. ട്രിഗർ നടന്നാൽ അതിനാണ് ഓൺ ട്രിഗർ എൻ്റർ. സെയിം തന്നെ ഓൺ ട്രിഗർ എൻ്റർ. അപ്പൊ ട്രിഗർ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് debug.log. ഓക്കെ, ഇപ്രാവശ്യം ഞാൻ ട്രിഗേർഡ് എന്നാണ് മെസ്സേജ് കൊടുക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. triggered is my message. മനസ്സിലായോ? സോ ട്രിഗേർഡ് എന്നാണ് മെസ്സേജ്. ഇപ്പൊ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം എന്ത് മെസ്സേജ് ആണ് പ്ലേ ചെയ്യാൻ പോകുന്നത് നോക്കാം. സോ ഫസ്റ്റ് കേസിൽ ഞാനിപ്പോൾ പ്ലേയിൻ്റെ ട്രിഗർ ഓഫ് ആക്കിയിട്ടേക്കാണ്. എന്നിട്ട് ഞാൻ പ്ലേ അടിക്കാൻ പോവാണ്. സോ വാട്ട് ഈസ് ഗോണ ഹാപ്പൻ? കൊളൈഡ് കാണിച്ചു. റൈറ്റ്. സെക്കൻഡ് കേസിൽ I am gonna turn on this trigger and again gonna click play. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. The message that's gonna come is triggered. അപ്പോൾ അവിടെ കോണ്ടാക്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറൻസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റേതിന്റെ കൊളൈഡർ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാൽ അവിടെ ഒരു കോണ്ടാക്ടേ നടക്കുന്നില്ല. പക്ഷെ ഈ കേസിൽ കോണ്ടാക്ട് നടക്കുന്നുണ്ട്. ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് കൊളിഷനുള്ള റിയാക്ഷൻ അല്ല ട്രിഗറിന് കിട്ടുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഫൈൻ. സോ അപ്പം കൊളൈഡറിനകത്തുള്ള ട്രിഗർ നമ്മൾ കവർ ചെയ്തു. നൗ ദി ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് റിലേറ്റഡ് ടു കൊളൈഡർ അല്ലെങ്കിൽ ഫോർ ദ ടൈം ബീങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിസിക്സ് മെറ്റീരിയൽ. മെറ്റീരിയൽ നമ്മൾ പഠിച്ചു, ഫിസിക്സ് മെറ്റീരിയൽ നമ്മൾ പഠിച്ചിട്ടില്ല. മെറ്റീരിയൽ എന്തിനായിരുന്നു? ഒരു ഒബ്ജക്റ്റിന് കളറും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിരുന്നു. ഫിസിക്സ് മെറ്റീരിയൽ എന്തായിരുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, സോ അഗൈൻ now we are going to create a physics material. അതിനാദ്യം എന്തായിരുന്നു? as always create a folder named physics material, right? ഇനി ആ ഫോൾഡറിനകത്ത് പോയിട്ട് ക്ലിക്ക് ക്രിയേറ്റ്. ഏറ്റവും താഴെ there is something called physics material. click that physics material ക്ലിക്ക് ചെയ്യുക. അതിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. now I am going to give the name bounce. I'm just going to give the name bounce. ഈ ഫിസിക്സ് മെറ്റീരിയൽ നമ്മൾ എവിടെ ആഡ് ചെയ്യാമെന്നറിയോ? ഈ റിജിഡ് ബോഡി, അതായത് സോറി, ഇപ്പം നിങ്ങൾ ഈ ക്യൂബ് സെലക്ട് ചെയ്ത് അതിൻ്റെ കൊളൈഡറിനകത്ത് മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു കൊളൈഡർ അവിടെ കണ്ടോ, നോൺ ഫിസിക്സ് മെറ്റീരിയൽ, അവിടെയാണ് ഇത് ആഡ് ചെയ്യുന്നത്. പക്ഷെ ആഡ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ എഡിറ്റ് ചെയ്യാനുണ്ട്, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ ഇതിനകത്ത് രണ്ടെണ്ണമുണ്ട്, രണ്ട് മെയിൻ പോയിന്റ്സ്. വൺ ഇസ് ഡൈനാമിക് ഫ്രിക്ഷൻ, വൺ ഇസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇറ്റ്സ് ആസ് സിമ്പിൾ. ഇത് അവിടെ ഹോവർ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. അതായത് നമ്മൾ ഇത് ആഡ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഫ്രിക്ഷൻ, അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആ ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സർഫസിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷൻ, അതാണ് ഡൈനാമിക് ഫ്രിക്ഷൻ. ഇതിന്റെ വാല്യൂസ് ഷുഡ് ബി ബിറ്റ്വീൻ 0 and ഇൻഫിനിറ്റി, റൈറ്റ്? 0 and ഇൻഫിനിറ്റി എത്ര വേണമെങ്കിലും പോവാം, നമുക്ക് ഒരു ഇതുമില്ല. അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് മനസ്സിലാവും. മൂന്നാമത്തേത് ഈസ് ബൗൺസിനെസ്. ബൗൺസിനെസ് ആക്ച്വലി എന്താ പറയുക, ബൗൺസിനെസിന്റെ വാല്യൂ ഷുഡ് ബി ബിറ്റ്വീൻ 0 and 1, 0.5 or 0.6 or 0.7 or 0 and 1. അതിനുശേഷമുള്ളതാണ് ഫ്രിക്ഷൻ കമ്പൈൻ ആൻഡ് ബൗൺസ് കമ്പൈൻ. ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, റൈറ്റ്? രണ്ട് ഒബ്ജക്റ്റുകൾക്കും ഫിസിക്സ് മെറ്റീരിയൽ ഉണ്ട്. ഈ രണ്ട് ഒബ്ജക്റ്റുകൾക്കും ഡൈനാമിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു പോയിന്റ് ഉണ്ടാവും, ബൗൺസിനെസ്സിന് ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷൻ കമ്പൈനകത്ത് ആവറേജ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെത് ഒരു ഒബ്ജക്റ്റിന്റെ ഡൈനാമിക് ഫ്രിക്ഷൻ 0.5 ആണ്, റൈറ്റ്? രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ 0.6 ആണ്. സോ ആവറേജ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.6 plus 0.5 എഴുതിയിട്ട് അതിന്റെ ആവറേജ് ആയിരിക്കും, വിച്ച് ഇസ് അറൌണ്ട് 0.55 സംതിങ്. അതായിരിക്കും ആവറേജ് ഫ്രിക്ഷൻ ഔട്ട്പുട്ട് വരുന്നത്. മനസ്സിലായി? അതായത് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റുകളുടെ ആവറേജ് ഫ്രിക്ഷൻ ആയിരിക്കും അതിന് കിട്ടുന്നത്. സിമിലർലി ബൗൺസ് കമ്പൈൻ, അത് ഡൈനാമിക്കും സ്റ്റാറ്റിക്കും. ബൗൺസ് കമ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ സെയിം.
ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്ട്, ഇപ്പോൾ ഒരു സാധനം ബൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിടത്തിൽ നിന്ന് ഇടിക്കണം. അപ്പൊ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്. ഇതിൽ ഇൻവോൾവ് ആയ രണ്ട് ഒബ്ജക്ട്സിന്റെയും ബൗൺസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് അതിന്റെ ആവറേജ് എടുക്കും. ആ ആവറേജ് ആയിരിക്കും നമുക്ക് തരുന്ന ബൗൺസിന്റെ ഔട്ട്പുട്ട്. നൗ വി ഹാവ്, അതിനകത്ത് തന്നെ മിനിമം ഉണ്ട്, മൾട്ടിപ്ലൈ ഉണ്ട്, മാക്സിമം ഉണ്ട്. മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ഇപ്പം ബൗൺസ് കമ്പൈൻ മിനിമം ആണെന്ന് വിചാരിക്കുക. ഞാനിപ്പം എനിക്ക് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, ഒരെണ്ണത്തിന്റെ ബൗൺസ് ചെയ്യാൻ 0, ഒരെണ്ണത്തിന്റെ 1. ഇത് രണ്ടും തമ്മിലാണ് ഇടിക്കുന്നത്. സോ ആവറേജ് ഇട്ട് കഴിഞ്ഞാൽ 0 + 1/2 0.5 ആയിരിക്കും എന്റെ ആവറേജ് ബൗൺസ് കിട്ടുക. അറ്റ് ദ സെയിം ടൈം മിനിമം ഇട്ട് കഴിഞ്ഞാൽ 0ലും 1ലും മിനിമം ഏതാ? 0 ആയിരിക്കും എനിക്ക് കിട്ടുക. അതുപോലെ തന്നെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈ, രണ്ടിന്റെ ബൗൺസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ 0 × 1 which is again 0, റൈറ്റ്? ഇനി ഇൻ കേസ് ഞാൻ മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ 0ലും 1ലും മാക്സിമം ഏതാണോ അതെനിക്ക് കിട്ടും. ഫ്രിക്ഷനും ഇതുപോലെ തന്നെയാണ്, സെയിം വേ. ഫൈൻ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഇതിന്റെ ഗുണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ ബൗൺസ് ആവറേജ് ഇട്ടതാണ്. അപ്പൊ ഒരു കാര്യം ആലോചിക്കുക, എന്റെ പ്ലെയിനിന് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, റൈറ്റ്? പ്ലെയിനിന് ഞാൻ ഫിസിക്സ് മെറ്റീരിയൽ ഒന്നും കൊടുത്തിട്ടില്ല. ഐ ആം നോട്ട് പ്ലാനിങ് ടു ഗിവ് ഓൾസോ. എനിക്കിപ്പോ ക്യൂബിനാണ് കൊടുക്കേണ്ടത്. സോ ക്യൂബിന്റെ കൊളൈഡറിന്റെ അവിടെ ഫിസിക്സ് മെറ്റീരിയൽ കിടക്കുന്നിടത്ത് ഒന്നെങ്കിൽ എനിക്ക് ഇത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടിടാം, റൈറ്റ്? അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും എനിക്ക് ആ സെയിം കിട്ടും. അതിനുശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത്. സോറി, എന്തുകൊണ്ടാണ് ഇത് പോയത്? ഐ ഹാവൻ ടേൺ ഓഫ് ദ ട്രിഗർ. ട്രിഗർ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലെറ്റ്സ് ജസ്റ്റ് ടേൺ ഓഫ് ദ ട്രിഗർ ആൻഡ് ദെൻ ക്ലിക്ക്. ഇപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാം. സി, ഇപ്പോ ഞാൻ ജസ്റ്റ് ബൗൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബൗൺസ് ആവറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണ്? ഞാൻ ബൗൺസിന് വല്ല വാല്യൂവും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ബൗൺസ് ഈസ് അറ്റ് 0 അല്ലെങ്കിൽ ബൗൺസിനെസ് ഈസ് അറ്റ് 0. ഞാനിപ്പം ബൗൺസിനെസ് ഒരു 1 കൊടുക്കാൻ പോവാന്ന് വിചാരിച്ചു. ആൻഡ് നൗ ഐ ആം ഗോയിങ് ടു ക്ലിക്ക് പ്ലേ. സി, ഒന്ന് ബൗൺസ് ആയത് കണ്ടോ? ഇത് നമുക്ക് കുറച്ചുകൂടെ നാച്ചുറൽ ആക്കാം. കുറച്ചുകൂടെ നാച്ചുറൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ ക്യൂബിന് പകരം നമുക്ക് ഇതൊരു സ്പിയറിലേക്ക് കൊടുത്തു പോകാം. എന്ത് പറയുന്നു? അപ്പൊ കുറച്ചുകൂടെ അടിപൊളിയാവും. അപ്പൊ ശരിക്കും ഒരു ബോൾ ബൗൺസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. ഇതിപ്പം നമ്മൾ ആവറേജ് ബൗൺസ് ആണ് എടുത്തിരിക്കുന്നത്. സോ ഐ എം സോറി, സ്പിയറിലേക്ക് നമ്മളൊരു സാധനം കൂടെ ആഡ് ചെയ്യാൻ മറന്നു. എന്താണ്? ബോഡി. Yes, I'm sorry. So that is done. Now we'll click play. See, now it is perfect. ഒന്ന് ബൗൺസ് ആയിരുന്നു. ഇനി നമുക്ക് ഈ ബൗൺസുകളുടെ ഡിഫറൻസ് അറിയാം. ഇപ്പൊ നമുക്ക് ആവറേജ് കിട്ടുന്നത് 1 ആണ്. ഇപ്പൊ കാരണം ബൗൺസിന്റെ ആവറേജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ മറ്റേതിന്റെ ഇതുണ്ട്. ഇനി നമ്മൾ ഇതിനെ മിനിമം മൾട്ടിപ്ലൈ ആക്കാം. എന്താണ് കിട്ടുക നമുക്ക് നോക്കാം. ഒന്നും നടക്കുന്നില്ല. കാരണം എന്തുവാ? വൈ? ബിക്കോസ് പ്ലെയിനിന് നമ്മൾ ബൗൺസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് 0. സോ 0 × 1 is 0. Now let's see maximum. Maximum നോക്കാം. See, exactly, because maximum എന്ന് പറയുമ്പോൾ maximum value is 1. Clear? So that is how you adjust this. അപ്പോൾ ഇനി നമുക്കിത് കൂടുതൽ ട്വീക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ഞാൻ പ്ലെയിനിൽ ആക്ച്വലി ഫിസിക്സ് മെറ്റീരിയൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് പ്ലെയിനിലും ആഡ് ചെയ്ത് എക്സാക്ട് വാല്യൂസ് ഒക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ് നോ ഒന്നും ആഡ് ചെയ്യാത്ത കാരണം പ്ലെയിനിന്റെ ഇത് 0 ആണ്. സോ ആവറേജ് ഇട്ട് കഴിഞ്ഞാൽ 0 + 1/2 0.5 അത്രയായിരിക്കും ബൗൺസ്. മിനിമം ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ബൗൺസ് ആവില്ല. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 × 1 is 0, again no bounce. മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ 1. Right? So this is how physics material work. I hope you're all clear. I believe നിങ്ങൾക്ക് almost ഈ concepts എല്ലാം clear ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So we have covered rigid body in detail. We have covered physics materials in detail. We have covered collider in detail. Right? So hopefully from the next video you will get more into unity. കാരണം ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട നിങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കി തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. സോ പ്ലീസ് ഡു ആൻഡ് ഇഫ് യു ഹാവ് ഗെയിൻഡ് എനി ഇൻഫർമേഷൻ please do like, share and subscribe. And I hope to see you all in the next video, and this is me signing off.